കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ മുസ്ലിം നായകന്മാരായിരുന്നു കുഞ്ഞാലിമാർ. 1498 ഇന്ത്യയിലെത്തിയ പറങ്കികളുമായി അഥവാ പോർച്ചുഗീസുകാരുമായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിൽ അസാമാന്യ പാടവം തെളിയിച്ചവരായിരുന്നു കുഞ്ഞാലിമാർ. AD 1500-കൾക്ക് ശേഷമാണ് കുഞ്ഞാലി ചരിത്രം ആരംഭിക്കുന്നത്. നെടിയിരിപ്പ് സ്വരൂപം അഥവാ കോഴിക്കോട് രാജവംശം. കോഴിക്കോട് രാജവംശത്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് സാമൂതിരിമാർ എന്നായിരുന്നു. തങ്ങളുടെ സാമ്രാജ്യം വിസ്തൃതപ്പെടുത്തുന്നതിന് ആഗ്രഹിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു കോഴിക്കോട് രാജവംശം. ഇതിനായി സാമൂതിരിമാർ നിരന്തരം അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഈ കാലയളവിൽ കൊച്ചി രാജ്യത്തിലെ പ്രമുഖ വ്യവസായികളായിരുന്നു മരക്കാർമാർ. മരക്കാർമാരോട് കൊച്ചി രാജാവിന് അപ്രീതിയുണ്ടായിരുന്നു. കൊച്ചി സാമൂതിരി യുദ്ധത്തിൽ സാമൂതിരിക്ക് അനുകൂലമായി വർത്തിച്ചു എന്ന വിശ്വാസമായിരുന്നു ഇതിന് കാരണം. കൊച്ചി രാജ്യത്തിൽ പോർച്ചുഗീസുകാർ കടന്നു വരികയും വ്യാപാര കുത്തക കയ്യിലെടുക്കുകയും ചെയ്തതോടെ സാമൂതിരിയുടെ മേധാവിത്വം കൊച്ചി രാജാവ് തള്ളിക്കളഞ്ഞു. 1498 ഇന്ത്യയിലെത്തിയ വാസ്കോഡഗാമ അറബിക്കടലിൻ്റെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ സഹായത്തോടുകൂടി പോർച്ചുഗീസ് പട്ടാളം പൊന്നാനി ആക്രമിച്ചു. 1502 കോഴിക്കോട്ടെ തീർത്ഥാടക കപ്പലിനെ വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള പറങ്കി സൈന്യം അറക്കൽ തീരത്ത് വെച്ച് ആക്രമിച്ചു. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ ഗാമയും കൂട്ടരും തീവെച്ചു കൊന്നു. ഏകപക്ഷീയമായ ആക്രമങ്ങൾ തുടർക്കഥയായി. 1498 തൻ്റെ ആദ്യ യാത്രയിൽ പ്രതീക്ഷിച്ച വിജയം കോഴിക്കോട് സാമൂതിരിയിൽ നിന്നും ലഭിക്കാതിരുന്നതായിരുന്നു ഈ ആക്രമ പരമ്പരകളുടെ മൂലകാരണം. സാമൂതിരിയുടെ ബ്രാഹ്മണ നയതന്ത്ര പ്രതിനിധിയുടെ ചെവിയരിഞ്ഞ് പകരം നായയുടെ ചെവി വെച്ചുകൊടുത്തതെല്ലാം പ്രസിദ്ധമായ ചരിത്രങ്ങളാണ്. ഗാമയെ നേരിടുന്നതിനായി കാസിം കോയ കാലിക്കുത്തിയുടെ കീഴിലുള്ള നാവിക സൈന്യത്തിന് സാമൂതിരിയുടെ അനുവാദം നൽകി. ചെറിയ നൗകകൾ മാത്രമുണ്ടായിരുന്ന കാസിമിൻ്റെ സൈന്യത്തിന് ചെങ്കടലിലെ വ്യാപാര പ്രമുഖൻ ഹോജ ആംബർ വലിയ നൗകകൾ നൽകി സഹായിച്ചു. അറബിക്കടലിൽ തമ്പടിച്ചിരുന്ന ഗാമയെ ലക്ഷ്യമാക്കി കാസിമും സംഘവും യുദ്ധനീക്കം നടത്തി. വേഗതയേറിയ കോഴിക്കോടിൻ്റെ ചെറുനൗകകളെയും മിന്നൽ നീക്കങ്ങളെയും പ്രതിരോധിക്കുവാൻ കഴിയാത്തിടത്തോളം കാസിമുമായുള്ള ഏറ്റുമുട്ടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യപ്പെട്ട ഗാമ യൂറോപ്പിലേക്ക് രക്ഷപ്പെട്ടു. ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ മറ്റൊരു പോർച്ചുഗീസുകാരനായിരുന്നു അൽമേഡ. 1503 പറങ്കികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൊച്ചിയിലേക്ക് സാമൂതിരിയുടെ സൈന്യം സൈനിക മുന്നേറ്റം നടത്തി. സാമൂതിരിയുടെ നായർ പട കരയുദ്ധം നയിച്ചു. കൊച്ചി പട്ടാളവുമായി ഏറ്റുമുട്ടിയപ്പോൾ കാസിമിൻ്റെ കീഴിൽ മാപ്പിള പോരാളികൾ അൽമേഡയുടെ പറങ്കി പടയെ കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചു. കൊച്ചിയിലെ മുസ്ലിങ്ങളുടെ നേതാക്കളും വ്യാപാര പ്രമുഖരുമായ ഇസ്മായിൽ മരക്കാർ, മമ്മാലി മരക്കാർ, ഇബ്രാഹിം മരക്കാർ തുടങ്ങിയവരുടെ സഹായവും സാമൂതിരി സേനയ്ക്ക് ലഭിച്ചു. യുദ്ധത്തിൽ കോഴിക്കോട് സൈന്യത്തിനായിരുന്നു വിജയം. എന്നാൽ ഇതിന് ശേഷം അത്യാധുനിക ആയുധങ്ങളുമായി മടങ്ങിയെത്തിയ പോർച്ചുഗീസ് സൈന്യം കൊച്ചി രാജാവിന് പിന്തുണയേകി. അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അധിനിവേശ നീക്കങ്ങൾക്ക് ശക്തിയേകി കൊച്ചി രാജാവിൻ്റെ സഹായത്തോടെ ആദ്യ പോർച്ചുഗീസ് കോട്ട അഥവാ ഇമ്മാനുവൽ കോട്ട കൊച്ചിയിൽ ഉയർന്നു. കൊച്ചിയിൽ പോർച്ചുഗീസ് അധികാരം തിരികെ വന്നതോടെ സാമൂതിരിയെ സഹായിച്ച മരക്കാർമാർ വേട്ടയാടപ്പെട്ടു. 1505 പോർച്ചുഗീസ് മേധാവിത്വം കൊച്ചി രാജ്യത്ത് അടിയുറച്ചതോടെ മരക്കാർമാർ പറങ്കികൾക്കെതിരെ ആയുധമേന്തി. കൊച്ചി കോഴിക്കോട് യുദ്ധത്തിൽ ഇവരുടെ പിന്തുണ സാമൂതിരിക്കായിരുന്നു. യുദ്ധാനന്തരം മമ്മാലി, കുഞ്ഞാലി എന്നിവരടക്കമുള്ള മരക്കാർ കുടുംബം സാമൂതിരിയുടെ കോഴിക്കോട് രാജ്യത്തെ പൊന്നാനിയിലേക്ക് താമസം മാറ്റി. ആത്മീയ ഗുരുവായിരുന്ന സൈനുദ്ദീൻ മക്തൂമിൻ്റെ ആവശ്യാനുസരണമായിരുന്നു ഈ താമസമാറ്റം. ഹൈന്ദവർ കടൽ യാത്ര മതനിഷിദ്ധമായി കണക്കാക്കിയിരുന്ന ആ കാലത്ത് ഒരു നാവികസേനാ വിന്യാസം മലയാള രാജ്യങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു. കടൽ വഴിയുള്ള പോർച്ചുഗീസ് അതിക്രമങ്ങളെ തടയുക എന്നത് സാമൂതിരിക്കും വെല്ലുവിളിയായി മാറിയതിനാൽ സൈനുദ്ദീൻ മക്തൂമുമായി ആശങ്ക സാമൂതിരി പങ്കുവച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് മക്തൂമിൻ്റെ നിർദ്ദേശാനുസരണം മമ്മാലി, കുഞ്ഞാലി, ഇബ്രാഹിം മരക്കാർ എന്നിവർ സാമൂതിരിയെ മുഖം കാട്ടുന്നതും തങ്ങളുടെ ഉയിരും ഉടലും നൗകകളും കോഴിക്കോട് രാജ്യം കാക്കാൻ സമർപ്പിക്കാമെന്നും വാക്ക് നൽകുന്നതും. പറങ്കികളുമായി ഏറ്റുമുട്ടിയ മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളി മമ്മാലി മരക്കാർ ആയിരുന്നു. 1505 കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഇദ്ദേഹം പറങ്കികൾക്ക് വളരെ നാശനഷ്ടങ്ങൾ വരുത്തി. യുദ്ധത്തിലെ ആദ്യഘട്ടത്തിൽ മുന്നേറാനായെങ്കിലും അവസാന ഘട്ടത്തിൽ അൽഫോൺസോ അൽ ബുക്കർക്കിൻ്റെ പോർച്ചുഗീസ് പോഷക സൈന്യത്തിൻ്റെ ആഗമനവും കോഴിക്കോട് പോഷക സൈന്യത്തിൻ്റെ അഭാവവും മമ്മാലി മരക്കാരെ വീരമൃത്യുവിനിരയാക്കി.
മമ്മാലി മരയ്ക്കാർക്ക് ശേഷം കുട്ടി അഹമ്മദ് അലി മരയ്ക്കാർ കോഴിക്കോട് നാവിക സേനാപതിയായി അവരോധിക്കപ്പെട്ടു. ഇദ്ദേഹമാണ് ചരിത്രപ്രസിദ്ധനായ കുഞ്ഞാലി ഒന്നാമൻ. പ്രധാനമായും 4 പ്രമുഖരായ മരയ്ക്കാർമാരെക്കുറിച്ചാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് കുഞ്ഞാലി മരയ്ക്കാർ അഥവാ ഒന്നാം മരയ്ക്കാർ, കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമൻ, പട്ടുമരയ്ക്കാർ, പടമരയ്ക്കാർ അഥവാ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ, മുഹമ്മദ് അലി കുഞ്ഞാലി അഥവാ 4-ാം കുഞ്ഞാലി മരയ്ക്കാർ, കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമൻ. മമ്മാലി മരയ്ക്കാറിൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് മരയ്ക്കാർ സൈന്യത്തിന് കോഴിക്കോട് നാവികസേനയായി സ്ഥാനബഹുമതി നൽകിയ സാമൂതിരി കുഞ്ഞാലി മരയ്ക്കാർ എന്ന സ്ഥാനപ്പേരും നൽകി. കുഞ്ഞാലി ഒന്നാമന് ശേഷം നാവിക സേനാപതി സ്ഥാനം ഏറ്റെടുത്ത പിൻതലമുറക്കാരും പിന്നീട് കുഞ്ഞാലി എന്ന അധികാരനാമത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടു. മരയ്ക്കാർ സൈന്യത്തിലെ ഉശിരന്മാരായ കുട്ട്യാലി മരയ്ക്കാർ, പാച്ചി മരയ്ക്കാർ എന്നിവരെ സഹസൈന്യാധിപന്മാരായി നിയമിച്ച കുഞ്ഞാലി താനൂർ നാവിക കേന്ദ്ര ചുമതലയും കുട്ട്യാലിക്ക് നൽകി. പന്തലായനിയിൽ പാച്ചി മരയ്ക്കാർ, ഗോവൻ അതിർത്തിയിൽ ചിന്നക്കുട്ടി അലി, അറക്കലിൽ അഥവാ കണ്ണൂരിൽ വലിയ ഹസൻ എന്നിവർ മരയ്ക്കാർ സൈന്യത്തിന് നേതൃത്വമേകി. പീരങ്കിയും ആധുനിക യുദ്ധസജ്ജീകരണങ്ങളുമായി വരുന്ന വൻ പറങ്കിക്കപ്പലുകളെ കുട്ട്യാലി മരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള പോർ പറവകൾ എന്ന പരിശീലനം സിദ്ധിച്ച ചെറിയ പോരാട്ട സംഘങ്ങൾ പൊടുന്നനെ വളയുകയും മിന്നലാക്രമണം നടത്തിയ ശേഷം ആയം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പിന്തിരിയുകയും ചെയ്യുന്ന സൈനിക തന്ത്രമായിരുന്നു കുഞ്ഞാലി ഒന്നാമൻ്റേത്. ആധുനിക യുദ്ധ നിരൂപകർ ഹിറ്റ് ആൻഡ് റൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സൈനിക തന്ത്രം കുഞ്ഞാലി തന്ത്രം എന്ന പേരിൽ ഇന്ത്യൻ നേവി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ നിരവധി യുദ്ധങ്ങളാണ് കുഞ്ഞാലി ഒന്നാമൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. 1510 പോർച്ചുഗീസ് ഭടന്മാർ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പത്തേമാരിയിൽ കല്ലായി അഴിമുഖം വഴി കോഴിക്കോട് നഗരവും ആക്രമിച്ച് നശിപ്പിച്ചു. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിക്ക് തീവെക്കുകയും പ്രാർത്ഥിക്കുകയായിരുന്ന വിശ്വാസികളെ കൂട്ടക്കൊലയ്ക്കിരയാക്കുകയും ചെയ്തു. കോട്ടമതിലുകൾ തകർത്ത് സാമൂതിരിയുടെ വിക്രമപുരം കൊട്ടാരം ആക്രമിച്ച് കൊള്ള ചെയ്ത് തീവെച്ചു. ആക്രമണ വാർത്തയറിഞ്ഞ നായർ മുസ്ലിം യോദ്ധാക്കൾ സംഘടിച്ചെത്തി. ഇരുഭാഗത്തും ആൾ നഷ്ടമുണ്ടായി. പരിക്കുപറ്റിയ ക്യാപ്റ്റൻ അൽ ബുക്കർക്കും സംഘവും രക്ഷപ്പെട്ടു. തിരിച്ചടികൾ ശക്തമായതോടെ പോർച്ചുഗീസുകാർ തന്ത്രം മാറ്റി. കിരീടാവകാശിയുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് വായുന്ന സാമൂതിരിയെ വിഷം കൊടുത്തു കൊല്ലിപ്പിച്ചു. അങ്ങനെ നാടുവാണിരുന്ന സാമൂതിരി മരണപ്പെടുകയും അധികാരമേറ്റെടുത്ത സഹോദരൻ പോർച്ചുഗീസുകാരോട് സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതോടെ അൽ ബുക്കർക്കിൻ്റെ ഫാക്ടറിയും കോട്ടയും പണിയുന്നതിന് കോഴിക്കോട് രാജ്യത്ത് സ്ഥലം അനുവദിക്കാമെന്ന് ഓഫർ നൽകപ്പെട്ടു. അങ്ങനെ 1513 പൊന്നാനി സന്ധി ഒപ്പുവെക്കപ്പെട്ടു. ഇതോടെ കോഴിക്കോട് പോർച്ചുഗീസ് കോട്ട കെട്ടാനുള്ള ധാരണയായി. കുഞ്ഞാലി ഒന്നാമൻ്റെ നേതൃത്വത്തിൽ നടന്ന പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇടവേള വീണു. പോർച്ചുഗീസുകാരോട് രമ്യതയിലാകുന്നത് രസിക്കാതിരുന്ന കുഞ്ഞാലി ഒന്നാമൻ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നമ്പ്യാതിരി സാമൂതിരിക്ക് നൽകിയെങ്കിലും അവയൊന്നും രാജാവ് മുഖവിലക്കെടുത്തില്ല. വർഷങ്ങൾ പിന്നിട്ടതോടെ പോർച്ചുഗീസുകാർ ധാരണകൾ ലംഘിച്ചു. 1517 തൃച്ചേരിയിൽ വെച്ച് സാമൂതിരിയെ കൊല്ലാനുള്ള നീക്കവും നടത്തി. പ്രകോപനങ്ങൾ പരമാവധി സൃഷ്ടിച്ചുവെങ്കിലും പറങ്കികൾക്കെതിരായ സൈനിക ചുവടുവയ്പ്പിന് കോഴിക്കോട് രാജ്യാധിപൻ അശേഷം താൽപ്പര്യം കാട്ടിയില്ല. പറങ്കികളുടെ ആക്രമണത്തിൽ അമർഷം പൂണ്ടിരുന്നുവെങ്കിലും രാജശാസനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കുഞ്ഞാലിയുടെ ഭാഗത്തു നിന്നുമുണ്ടായില്ല. 1522 പറങ്കികളോട് സൗഹൃദം പുലർത്തിയിരുന്ന സാമൂതിരി നാടു നീങ്ങുകയും പുതിയ സാമൂതിരി ചുമതലയേൽക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറിമറഞ്ഞു. പറങ്കികളുടെ നികുതിക്കൊള്ള അദ്ദേഹം അംഗീകരിച്ചില്ല. കടലിൽ പാസ് ഏർപ്പെടുത്തി നികുതി പിരിച്ചിരുന്ന പറങ്കിക്കപ്പലുകളെ തുരത്താൻ കുഞ്ഞാലി ഒന്നാമനോട് പുതു രാജ്യാധികാരി ഉത്തരവിട്ടു. കുഞ്ഞാലി ഒന്നാമൻ്റെ കീഴിൽ വലിയ ഹസൻ കണ്ണൂരിലും പാച്ചി മരയ്ക്കാർ കോഴിക്കോട്ടും ചിന്നക്കുട്ടി അലി ഗോവൻ തീരത്തും കുട്ട്യാലി മരയ്ക്കാർ താനൂർ കേന്ദ്രമാക്കിയും നാവിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഇക്കാലയളവിൽ നിരവധി കടൽ യുദ്ധങ്ങൾ കുഞ്ഞാലി മരയ്ക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിക്കും കോഴിക്കോടിനുമായി നടന്നു. പോർച്ചുഗീസുകാർക്ക് മുൻ സാമൂതിരി അനുവദിച്ചു കൊടുത്ത കോട്ടയും ഫാക്ടറിയും ഒഴിഞ്ഞുതരാൻ ഇളങ്കൂർ സാമൂതിരി ആവശ്യപ്പെട്ടെങ്കിലും പറങ്കികൾ വഴങ്ങിയില്ല. തൻ്റെ 3ാമത്തെ വരവിൽ വൈസ്രോയിയായിക്കൊണ്ട് പോർച്ചുഗീസിൽ നിന്നും വന്ന വാസ്കോ ഡ ഗാമ 300 സൈനികർ അടങ്ങിയ കപ്പലിനെ കോഴിക്കോട് ആക്രമിക്കാൻ അയച്ചതോടെ കുഞ്ഞാലി ഒന്നാമൻ്റെ നേതൃത്വത്തിൽ പറങ്കികൾക്കെതിരെ പ്രതിരോധ വലയം തീർത്തു. ആത്മീയ ഗുരുവായിരുന്ന മക്തൂം ഒന്നാമൻ്റെ വിയോഗവും പൊന്നാനിയിലെ പോർച്ചുഗീസ് ആക്രമണങ്ങളും കോഴിക്കോട് തുറമുഖത്തിനെതിരായ ആക്രമണം വ്യാപ്തിയും വർദ്ധിച്ചതോടെ 1524 പൊന്നാനി വിട്ട് അളകാപ്പുഴ തീരത്തേക്ക് കുഞ്ഞാലിയും സംഘവും താമസം മാറ്റി.
200 കപ്പലുകൾ അടങ്ങിയ ഇന്ത്യൻ രാജ്യങ്ങളിലെ ശക്തമായ നാവികസേനാ വ്യൂഹവുമായി അപ്പോഴേക്കും മരക്കാർ സേന വളർന്നു കഴിഞ്ഞിരുന്നു. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മാത്രമല്ല, ചെങ്കടലിലും പോർച്ചുഗീസ് മേധാവിത്വത്തിന് വെല്ലുവിളി ഉയർത്താൻ കുഞ്ഞാലി ഒന്നാമന് കീഴിലുള്ള സാമൂതിരി നാവികപ്പടയ്ക്ക് കഴിഞ്ഞുവെന്നതിന് പുറമെ പോർച്ചുഗീസ് ആക്രമണങ്ങൾക്കെതിരായിരുന്ന ഇതര രാജ്യങ്ങളെ സൈനികവുമായി സഹായിക്കുവാനുള്ള വ്യാപ്തിയും അവർ നേടിക്കഴിഞ്ഞിരുന്നു. സിലോണിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്ന പറങ്കി സൈന്യത്തിനെ തുരത്തുവാൻ കോഴിക്കോടിന്റെ സഹായം അഭ്യർത്ഥിച്ചു. കുഞ്ഞാലി ഒന്നാമന്റെ കീഴിലുള്ള സൈന്യം സിലോണിലെത്തി. യുദ്ധത്തിലൂടെ 50ഓളം പറങ്കി പടക്കപ്പലുകളെ നശിപ്പിക്കുവാൻ മരക്കാർ സൈന്യത്തിന് ആയി. ഇതോടെ കോഴിക്കോട് മുതൽ ഗുജറാത്ത്, സിലോൺ വരെയുള്ള കടൽപാതകൾ അധീനതയിലാക്കാൻ കോഴിക്കോട് നാവികസേനയ്ക്കായി. സിലോണിൽ കോഴിക്കോടിന്റെ നാവികസേനാ കേന്ദ്രവും കുഞ്ഞാലി ഒന്നാമൻ പണിതു. ഇതേസമയം ചാലിയം കോട്ട നിർമ്മിക്കുവാൻ സാമൂതിരി പോർച്ചുഗീസുകാരെ അനുവദിച്ചതിനാൽ കോഴിക്കോടിനെതിരായ പ്രത്യക്ഷ ആക്രമണങ്ങളിൽ നിന്നും പോർച്ചുഗീസുകാർ വിട്ടുനിന്നു. എന്നാൽ ഈ ഒരു സമാധാന അന്തരീക്ഷം കൂടുതൽ നാൾ മുന്നോട്ടു പോയില്ല. 1532 പോർച്ചുഗീസുകാർ ആക്രമണങ്ങൾ തുടങ്ങി. കുറ്റ്യാലി മരക്കാറിന്റെ കീഴിൽ പറങ്കികളുമായി ചാലിയം കോട്ടക്കരയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ശക്തമായ തിരിച്ചടിയിൽ പോർച്ചുഗീസ് സൈന്യം തറപറ്റി. 1538-39 സിലോണിലെ വിതുവയിൽ അരങ്ങേറിയ യുദ്ധത്തിലാണ് കുഞ്ഞാലി ഒന്നാമൻ കൊല്ലപ്പെടുന്നത്. 1539-40 കാലയളവിലായിരുന്നു കുഞ്ഞാലി ഒന്നാമൻ്റെ മരണം. കോഴിക്കോടിൻ്റെ ആധിപത്യത്തിൽ നിന്നും സിലോൺ തീരങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനായി മാർട്ടിൻ അൽഫോൺസ ഡിസൂസയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നടത്തിയ സൈനിക നീക്കങ്ങളാണ് കുട്ടി അഹമ്മദ് അലിയെ മരണത്തിലേക്ക് നയിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മകൻ കുട്ടി പോക്കർ അലി പിന്നീട് കുഞ്ഞാലി രണ്ടാമൻ ആയി നിയമിക്കപ്പെട്ടു. കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ. കുഞ്ഞാലി മരക്കാർ പരമ്പരയിലെ കീർത്തിക്കേട്ട സമുദ്രപതിയാണ് കുട്ടി പോക്കർ അലി മരക്കാർ. കുഞ്ഞാലി ഒന്നാമൻ്റെ മരണത്തോടെ ഉണ്ടായ യുദ്ധപരാജയങ്ങൾ കോഴിക്കോടിനെ തളർത്തി. ഈ സമയം 1540 പൊന്നാനിയിൽ വെച്ച് സാമൂതിരി പോർച്ചുഗീസ് സന്ധി ഉണ്ടാക്കി. പരസ്പരം യുദ്ധം ചെയ്യില്ലെന്നും പോർച്ചുഗീസ് സഖ്യരാജ്യമായ കൊച്ചിയെയും കോലത്തുനാടിനെയും കോഴിക്കോട് ആക്രമിക്കില്ലെന്നും 4/1 വിലയ്ക്ക് അഥവാ കൊച്ചിയിൽ നിന്നും പറങ്കികൾ എത്ര രൂപയ്ക്കാണോ വാങ്ങുന്നത് ആ വിലയ്ക്ക് കുരുമുളക് കോഴിക്കോട്ട് നിന്ന് കൊടുക്കാമെന്നും പോർച്ചുഗീസ് പാസുള്ള അറബ്, ചീന, സിന്ധി കച്ചവടക്കാരോട് മാത്രമേ സാമൂതിരി കച്ചവടം ചെയ്യുകയുള്ളൂ എന്നുമൊക്കെയായിരുന്നു കരാർ. സന്ധി കാലയളവ് ആയതിനാൽ കുഞ്ഞാലി രണ്ടാമൻ്റെ അധികാര കാലയളവിൻ്റെ ആദ്യഘട്ടത്തിൽ സംഗതികൾ ശാന്തമായിരുന്നു. പതിവ് പോലെ പറങ്കിപ്പട സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയും കൊലയും കൊള്ളിവെപ്പും തുടരുകയും ചെയ്തതോടെ കുഞ്ഞാലി പറങ്കി യുദ്ധങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തി. പോർച്ചുഗീസുകാർ നിരന്തരമായി കപ്പലുകൾ കൊള്ളയടിക്കുകയും പ്രജകളെ കൊന്നൊടുക്കുകയും ചെയ്തതോടെ സാമൂതിരി രംഗത്തിറങ്ങുകയും ഉടമ്പടി റദ്ദാക്കുകയും പറങ്കികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയുമുണ്ടായി. ഇതോടെ കുഞ്ഞാലി പറങ്കി യുദ്ധങ്ങൾക്ക് വീണ്ടും തിരിതെളിഞ്ഞു. അറബിക്കടലിൽ നാവികസേനയുടെ സഹായത്തോടെ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസ് ആക്രമണങ്ങളിൽ നിന്നും കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കി. സുരക്ഷാ കപ്പലുകളെ ആക്രമിക്കാനുള്ള പറങ്കികളുടെ ശ്രമങ്ങൾ വ്യാപക യുദ്ധത്തിലേക്കാണ് പലപ്പോഴും കൊണ്ടുചെന്നെത്തിച്ചത്. പോർച്ചുഗീസുകാരുമായി സൗഹൃദം പുലർത്തിയിരുന്ന കോലത്തുനാടും സമാധാന കരാറിൽ ഇടം പിടിച്ചിരുന്ന അറയ്ക്കലും പറങ്കികൾക്കെതിരെ രംഗത്തുവരാൻ തുടങ്ങിയതോടെ യുദ്ധത്തിൻ്റെ വീര്യം കൂടി. 1564 കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട ആക്രമിച്ച മരക്കാർ സൈന്യം തുറമുഖത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ മുഴുവനും ആക്രമിച്ച് നശിപ്പിച്ചു. പൊന്നാനി ആക്രമിച്ച പറങ്കികൾ വീടുകളും പാണ്ഡകശാലകളും 4 മുസ്ലിം പള്ളികളും തീവച്ച് നശിപ്പിച്ചു. ഇതോടെ പോർച്ചുഗീസ് മരക്കാർ സംഘർഷങ്ങൾ പെരുകി. കോഴിക്കോടൻ കപ്പലുകളെ പ്രതിരോധിക്കുക എന്ന ദൗത്യത്തിൽ നിന്നും മാറി പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിക്കുക എന്ന സിദ്ധാന്തത്തിലേക്ക് കുഞ്ഞാലി രണ്ടാമൻ തിരികെ എത്തിയതോടെ അറബിക്കടൽ പ്രക്ഷുബ്ധമായി. മധുര രാജ്യത്തിലെ തുറമുഖമായ പുന്നൈക്കായൽ പോർച്ചുഗീസുകാർ കൈവശപ്പെടുത്തി. വിജയനഗർ സാമാന്തർ വിശ്വനാഥ് നായിക് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ മരക്കാർ സേനയുടെ സഹായം തേടി. സാമൂതിരിയുടെ അനുമതിയോടെ പുന്നക്കായലിൽ തമ്പടിച്ചിരുന്ന പോർച്ചുഗീസ് കപ്പലുകളെയും കോട്ടയും ഫാക്ടറിയും കുഞ്ഞാലി രണ്ടാമൻ ആക്രമിച്ചു. ആക്രമണ വാർത്തയറിഞ്ഞ് കൊച്ചിയിൽ നിന്നും അതിശക്തമായ പോർച്ചുഗീസ് സേനാ വ്യൂഹം കുഞ്ഞാലി രണ്ടാമനെയും തേടി പുന്നക്കായലിലെത്തി. തന്ത്രപരമായ നീക്കത്തിലൂടെ പറങ്കിക്കരങ്ങളിൽ നിന്നും പോക്കർ അലിയും സംഘവും വഴുതി മാറിക്കളഞ്ഞു. ഗറില്ല യുദ്ധങ്ങളിൽ നിന്നും നേർക്കുനേരെയുള്ള യുദ്ധങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചാലേ കുഞ്ഞാലിയെ കീഴടക്കുവാൻ ആവുകയുള്ളൂ എന്ന് പോർച്ചുഗീസ് യുദ്ധവിദഗ്ധൻ മനസ്സിലാക്കിയിരുന്നു. ആയുധ കൂമ്പാരങ്ങളുമായി വരുന്ന ഭീകരന്മാരായ നിരവധി കപ്പലുകൾ മുഴക്കുന്ന രണാരവം തനിക്കുള്ള കെണിയാണെന്നു കുഞ്ഞാലി രണ്ടാമൻ തിരിച്ചറിഞ്ഞതിനാൽ പോർച്ചുഗീസ് തന്ത്രങ്ങൾ ഒന്നും ഫലവത്തായില്ല. പറങ്കികളുടെ കടൽ കൊള്ളയിൽ ബന്ദിയാക്കപ്പെടുന്ന കപ്പലുകളിലെ യാത്രക്കാരെ മുഴുവൻ കൊല്ലുകയായിരുന്നു പതിവ്.
ഒരിക്കൽ ബന്ദിയാക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരിൽ അറക്കൽ രാജാവിൻ്റെ ബന്ധുവും ഉൾപ്പെട്ടിരുന്നു. ഇതോടെ അറക്കൽ ആലി രാജ കണ്ണൂരിലെ പറങ്കികളെ ആക്രമിച്ചു. 30ഓളം കപ്പലുകൾ തകർത്തു. പോർച്ചുഗീസ് കോട്ട ആക്രമിക്കുകയും ഉപരോധത്തിൽപ്പെടുത്തുകയും ചെയ്തു. കണ്ണൂരിലെ യുദ്ധവാർത്തകൾ അറിഞ്ഞ മരക്കാർ സൈന്യം കണ്ണൂരിലേക്ക് കുതിച്ചെത്തി. പോർച്ചുഗീസ് സൈന്യാഗമത്തെ പ്രതീക്ഷിച്ച് അവർ കാവലൊരുക്കി. പൗലോ ഡെ ഗാമയുടെ നേതൃത്വത്തിൽ ഗോവയിലുള്ള കപ്പൽ പടവ്യൂഹം കണ്ണൂരിനെ ലാക്കാക്കി ഒഴുകിയെത്തി. ബഡ്ക്കൽ തീരത്ത് വെച്ച് കുഞ്ഞാലി രണ്ടാമനും സംഘവും പറങ്കികളെ ആക്രമിച്ചു. കഠോര യുദ്ധത്തിൽ പോർച്ചുഗീസ് കപ്പൽ പടവ്യൂഹം ഛിന്ന ഭിന്നമായി. ഗുരുതരമായി പരിക്കേറ്റ ജനറൽ ഗാമ ഗോവയിലേക്ക് രക്ഷപ്പെട്ടു. ബഡ്ക്കൽ യുദ്ധപരാജയം അല്പകാലത്തേക്ക് പറങ്കി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ കാരണമായി. പിന്നീടും നിരന്തരമായി പറങ്കികൾ കുഞ്ഞാലി മരക്കാരെ ആക്രമിച്ചുവെങ്കിലും വിജയം കുഞ്ഞാലിയുടെ കൂടെയായിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തെ അരിശം കൊള്ളിച്ചു. കുഞ്ഞാലി രണ്ടാമനെയും സംഘത്തെയും വധിച്ച് ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിനായി ജനറൽ മാർട്ടിൻ അൽഫോൺസോ മിറാണ്ട 36 പോർ കപ്പലുകളുമായി കുട്ടി പോക്കറിനെ വലയത്തിലാക്കി. തുറന്ന സംഘട്ടനം ഒഴിവാക്കി ഗറില്ല രീതിയിലേക്ക് യുദ്ധഗതി മാറ്റിയ കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസ് സേനയെ തച്ചുതരിപ്പണമാക്കി. ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിൻ മരണപ്പെട്ടു. 1510 ബീജാപ്പൂർ സുൽത്താനേറ്റിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസുകാർ പിന്നീട് അവിടം കേന്ദ്രമാക്കിയായിരുന്നു അധിനിവേശ നീക്കങ്ങൾ നടത്തിയിരുന്നത്. 1510 മുതൽ ഇതുവരെ ഗോവയ്ക്കും കൊച്ചിക്കും പുറമെ കൊങ്കൺ തീര രാജ്യങ്ങളിലെയും മലയാള രാജ്യങ്ങളിലെയും തുറമുഖങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അവർ അനുസൃതം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങൾ മൂലം കോഴിക്കോടിൻ്റെ സഖ്യത്തിലേക്ക് എത്തിച്ചേർന്ന മറ്റൊരു രാജ്യമായിരുന്നു ഉള്ളാൾ. ഉള്ളാളിനെ പോർച്ചുഗീസുകാർ ആക്രമിച്ചു വശത്താക്കിയ സമയത്ത് കുഞ്ഞാലി ആയിരുന്നു അവിടെ രക്ഷയ്ക്കെത്തിയത്. നിരന്തരം തങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന കുഞ്ഞാലിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ പോർച്ചുഗീസ് സൈന്യം ഇതേ സമയം വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഡിയോ ഡെ മെൻസസിൻ്റെ കീഴിൽ 50 പോർക്കപ്പലുകളുമായി ഉള്ളാളിലെ ഉൾക്കടലിൽ അവർ പതിയുറപ്പിച്ചു. തുളുനാട്ടിൽ നിന്നും മടങ്ങുന്ന കുഞ്ഞാലി മരക്കാർ സൈന്യത്തെ പോർച്ചുഗീസ് കപ്പൽ വ്യൂഹം രഹസ്യമായി പിന്തുടർന്നു. അറക്കൽ തീരത്ത് വെച്ച് കുഞ്ഞാലി മരക്കാർ സൈന്യത്തെ വിവിധ ദിക്കുകളിലൂടെ വളഞ്ഞ് അവർ രാത്രിയിൽ അപ്രതീക്ഷിത ആക്രമം അയച്ചുവിട്ടു. 50ഓളം കപ്പലുകളിൽ നിന്നുള്ള പീരങ്കികൾ തുപ്പിയ തീയിൽ കുട്ടി പോക്കർ അലി അടക്കമുള്ളവർ സഞ്ചരിച്ച കപ്പലുകൾ ചിതറിത്തെറിച്ചു. 1571കളിലായിരുന്നു കുട്ടി പോക്കർ അലി അഥവാ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ മരണം. കുട്ടി പോക്കറിനെ ഇല്ലായ്മ ചെയ്താൽ അറബിക്കടൽ തങ്ങൾക്ക് സ്വന്തമെന്ന് പറങ്കികൾ കണ്ട ദിവാസ്വപ്നത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാരുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തി പട്ടുമരക്കാർ കടന്നുവന്നു. തോൽവി എന്താണെന്നറിയാത്ത കുഞ്ഞാലി പരമ്പരയിലെ ഏറ്റവും പ്രശസ്തനായ ഇദ്ദേഹമാണ് അറബിക്കടലിൻ്റെ സിംഹം എന്ന പേരിൽ പ്രശസ്തി നേടിയ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ.